നമസ്കാരം. പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎഇയിൽ മഴ, കിഴക്കൻ മേഖലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ട്. യുഎഇയിൽ സ്വർണ്ണവില ഉയർന്നു, ഗ്രാമിന്റെ വില 295 ദിർഹം പിന്നിട്ടു. 6 കോടി ഇംപീരിയൽ ഗാലൻ വെള്ളം ഉൾക്കൊള്ളും, ചിലവ് 15.74 കോടി, ജലലഭ്യത ഉറപ്പുവരുത്തി ദുബായ്. ദുഗം തീരത്ത് എണ്ണക്കപ്പൽ മറഞ്ഞു, ഇന്ത്യക്കാരുൾപ്പെടെ 16 പേർക്കായി തിരച്ചിൽ. ഇൻകാസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യൂണിയൻ കോപ്പ് യൂണിയൻ ലേബലിൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. ഇൻകാസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യൂണിയൻ കോപ്പ് യൂണിയൻ ലേബലിൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് 1 വയസ്സ്, ഗൾഫിലെ ഭരണാധികാരികളുമായി എന്നും സ്നേഹബന്ധം പുലർത്തിയ നേതാവ്. യുഎഇയിൽ മഴ, കിഴക്കൻ മേഖലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ട്. ദുബായിൽ കനത്ത ചൂടിനിടെ ആശ്വാസമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തു. അല്ലൈനിലെ അൽ ഹില്ലി, അൽ റീഫ്, അൽ നൈഫ, ബാത്ത് ബിന്ത് സൗദ്, അൽ മസൗദി, അൽ നബ്ബാഗ് മേഖലകളിലാണ് മഴ പെയ്തത്. അൽ ഫവയിലും നേർത്ത മഴയുണ്ടായി. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്നലെ 48 ഡിഗ്രിയോടെയായിരുന്നു ചൂട്. രാത്രി അന്തരീക്ഷ ഊഷ്മാവ് ഉയർന്ന നിലയിലായിരുന്നു. ഇന്ന് പൊടിക്കാറ്റിനും മൂടലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. യുഎഇയിൽ സ്വർണ്ണവില ഉയർന്നു, ഗ്രാമിന്റെ വില 295 ദിർഹം പിന്നിട്ടു. ദുബായിൽ സ്വർണം ഗ്രാമിന് 300 ദിർഹത്തിന് തൊട്ടരികിൽ. ഇന്നലെ 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന്റെ വില 295 ദിർഹം പിന്നിട്ടു. ഇന്നലെ ഉച്ചയോടെ 2.75 ദിർഹമാണ് 1 ഗ്രാമിലെ വില വർധന. ഗ്രാമിന് 295.5 ദിർഹമാണ് ഇന്നലത്തെ വില. 22 ക്യാരറ്റിന് 273.75 ദിർഹവും, 21 ക്യാരറ്റിന് 265 ദിർഹവും, 18 ക്യാരറ്റിന് 227 ദിർഹവുമാണ് വില. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. 6 കോടി ഇംപീരിയൽ ഗാലൻ വെള്ളം ഉൾക്കൊള്ളും, ചിലവ് 15.74 കോടി, ജലലഭ്യത ഉറപ്പുവരുത്തി ദുബായ്. ദുബായിൽ ലുസൈലി മേഖലയിൽ 6 കോടി ഇംപീരിയൽ ഗാലൻ വെള്ളം ഉൾക്കൊള്ളുന്ന ജലസംഭരണി കമ്മീഷൻ ചെയ്ത ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി 15.74 കോടി ദിർഹമാണ് നിർമ്മാണ ചെലവ്. ജലസംഭരണത്തിന്റെ അളവ് കൂട്ടുന്നതിനൊപ്പം ദുബായിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജലലഭ്യത ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് പുതിയ ജലസംഭരണി ഉദ്ഘാടനം ചെയ്തതെന്ന് ദീവ MD സായിദ് മുഹമ്മദ് അൽ തായർ പറഞ്ഞു. ഉപ്പുവെള്ളം ശുചീകരിച്ചുള്ള കുടിവെള്ള ലഭ്യത അടുത്ത വർഷമാകുമ്പോഴേക്കും 1121.3 മില്യൺ ഗാലനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ദുഗം തീരത്ത് എണ്ണക്കപ്പൽ മറഞ്ഞു, ഇന്ത്യക്കാരുൾപ്പെടെ 16 പേർക്കായി തിരച്ചിൽ. ഒമാനിലെ അൽ വുസ്ത ഗവർണറേറ്റിലെ ദുഗം തീരത്ത് എണ്ണക്കപ്പൽ മറഞ്ഞു. ദുഗം വിലായത്തിലെ റാസ് മദ്രാക്കയിൽ നിന്ന് 25 നോട്ടിക്കൽ മൈൽ തെക്കുകിഴക്കെയാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടതെന്നും മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കൻ പൗരന്മാരും ഉൾപ്പെടെ 16 പേരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്നാണ് തിരച്ചിൽ നടന്നുവരുന്നത്. കപ്പൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. ആഫ്രിക്കൻ ദ്വീപായ കൊമോറോസ് പതാകയാണ് കപ്പലിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കത്ത്. ഇൻകാസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. ഷാർജയിൽ ഇൻകാസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി നിയാസ് അസീസ്, KC കലേഷ്, സിയാദ് സിറാജുദ്ദീൻ എന്നിവരെ തിരഞ്ഞെടുത്തു. യോഗത്തിൽ റെസിഡന്റ് തോമസ് ഈപ്പൻ അധ്യക്ഷനായിരുന്നു. TA രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KB ദേവരാജൻ, ജിജു P തോമസ്, SM ജാബിർ, ബാബു വർഗീസ്, നാരായണൻ നായർ, ജോർജ് മുത്തേരി, അൻസാർ താജ്, സന്തോഷ് നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഷാർജ. യൂണിയൻ കോപ്പ് യൂണിയൻ ലേബലിൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു.
ദുബായിൽ പ്രാദേശിക വിപണികളിൽ യൂണിയൻ കോപ്പ് യൂണിയൻ ലേബലിൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചതും റീറ്റെയിൽ ലോക്കൽ വിപണികളിൽ യൂണിയൻ കോപ്പിനുള്ള സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുമാണ് പുതിയ പദ്ധതികൾ. യൂണിയൻ കോപ്പിന് നിലവിൽ 55,000 പ്രാദേശിക രാജ്യാന്തര ബ്രാൻഡുകളുടെ സാന്നിധ്യമുണ്ട്. ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം റീറ്റെയിൽ മേഖലയിലുണ്ടായ ഉയർന്ന ഡിമാൻഡാണെന്ന് യൂണിയൻ കോപ്പ് ചീഫ് കമ്മ്യൂണിറ്റി റിലേഷൻസ് ഓഫീസർ ഡോക്ടർ സുഹൈൽ അൽ ബസ്തക്കി പറഞ്ഞു. സ്വകാര്യ ലേബലിൽ 1500 ഉൽപ്പന്നങ്ങൾ യൂണിയൻ കോപ്പ് നൽകുന്നുണ്ട്. സേവനങ്ങളും ഉൽപ്പന്നങ്ങളും കൂട്ടുകയാണ് ചെയ്യുന്നത്. ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോക്താക്കൾക്ക് എത്തിച്ചു നൽകുകയാണ് ലക്ഷ്യം. യൂണിയൻ കോപ്പ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്നും പുത്തൻ സാങ്കേതികവിദ്യ, ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ, മത്സരാധിഷ്ഠിത വിപണി എന്നിവയിൽ കൂടുതൽ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് 1 വയസ്സ്. ഗൾഫിലെ ഭരണാധികാരികളുമായി എന്നും സ്നേഹബന്ധം പുലർത്തിയ നേതാവ്. ഗൾഫിലെ ഭരണാധികാരികളുമായി ഏറെ സ്നേഹബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു അന്തരിച്ച ഉമ്മൻചാണ്ടി. ഗൾഫിലെ ഏത് രാജ്യത്തെത്തിയാലും അവിടുത്തെ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. സൗമ്യനായ ഉമ്മൻചാണ്ടിയെ എല്ലാവരും അകമഴിഞ്ഞ് ഇഷ്ടപ്പെട്ടതായും പ്രവാസികൾ സ്മരിക്കുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി ഉമ്മൻചാണ്ടി നടത്തിയ കൂടിക്കാഴ്ച ശ്രദ്ധേയമായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ മജ്ലിസിൽ സ്നേഹോഷ്മള സ്വീകരണമാണ് ഉമ്മൻചാണ്ടിക്ക് നൽകിയത്. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായി മനാമയിലും ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പ്രമുഖ വ്യവസായി MA യൂസഫലിയോടൊപ്പമായിരുന്നു സന്ദർശനം. ഇതര ഗൾഫ് രാജ്യങ്ങളിലെത്തിയായും അവിടുത്തെ ഭരണാധികാരികളെ കാണാനും പറ്റുമെങ്കിൽ പ്രവാസി ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KMCCയുടെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് ഉൾപ്പെടെയുള്ള അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസി മലയാളികൾ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.